അപ്പൊ ഞാൻ ബ്രസീലിന്റെ പേരുണ്ടായി. ഇവക്ക് ബ്രസീലിന്റെ ജേഴ്സി ആണല്ലോ. എന്താറിയോ, കാരണങ്ങളില്ലാതെ ഇഷ്ടപ്പെടുന്നതാണ് യഥാർത്ഥ ഇഷ്ടം. കളി ഞാൻ കണ്ടിക്കണേ, പിന്നെ ബ്രസീലിന്റെ കളി ഞാൻ കണ്ടണേ. കഴിഞ്ഞ വർഷം വേൾഡ് കപ്പില് നെയ്മറിന് പരിക്ക് വെച്ചെന്നൊക്കെ ഞാൻ കണ്ടിക്കണേ. പിന്നെ ഞാൻ കണ്ട കളികളൊക്കെ വേൾഡ് കപ്പത്തെ കളികൾ തന്നെയാണോ എന്ന് എനിക്കറിയില്ല. ചിരിച്ചതേ അതോടുകൂടി ആ ടീം രസക്കൊക്കെ രസകരമായിട്ടുള്ള ഒരു സംഭവം കേൾക്കണം. എന്താന്ന് വെച്ചാല് ഇവക്ക് ബ്രസീലിന്റെ ജേഴ്സി ആണല്ലോ. വീഡിയോ എടുക്കാന്ന് പറഞ്ഞപ്പോ അല്ലല്ല ഇപ്പൊ ഓളിനോട് പറയാതെ ബ്രസീൽ ഈനോട് പറഞ്ഞിട്ടില്ല. സത്യം പറഞ്ഞ ഈനോട് ബ്രസീൽ ഞാൻ പറഞ്ഞിട്ടില്ല. ഇവള് കട്ട ഒരു ബ്രസീൽ ആരാധികയാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ബ്രസീലിനെ കുറിച്ച് ഒന്നും അറിയില്ല. ബ്രസീലിനെ കുറിച്ച് ഒന്നും അറിയില്ല. അന്റെ വർത്താനം കേട്ടാ അങ്ങനല്ലല്ലോ. നെയ്മറിനെ അറിയാം. ഇങ്ങനത്തെ വലിയ ഡയലോഗ് അടിക്കണേ. ഞാൻ സംഭവത്തില് ഇപ്പൊ ഇവിടെ പോർച്ചുഗലിന്റെ കളി കാണി. അതിന്റെ ഇടയിലാണ് ഐഷു വന്നാണ്ട് പോർച്ചുഗലിന്റെ ആളെ പേര് അറിയാം, റൊണാൾഡോ. അപ്പൊ അതിന്റെ ഇടയിലാണ് ഞാൻ പോർച്ചുഗലിന്റെ കളി ഇങ്ങനെ കാണുമ്പോഴാണ് പിന്നെ ഐഷു അതിന്റെ ഇടയിൽ എന്നോട് വന്നാണ്ട് ചോദിക്കണത്, നിങ്ങൾക്ക് എന്താണ് ഐഷുവിനെ അറിയാം ഞാൻ അർജന്റീനയാണ് ഞാൻ ഇഷ്ടപ്പെടുന്ന ടീം എന്നുള്ളത്. അപ്പൊ അതിന്റെ ഇടയിൽ വന്നിട്ട് എന്നോട് ചോദിക്കാണ്, നിങ്ങൾ എന്തിനാണ് ഈ അർജന്റീന ടീമിനെ നിങ്ങൾ ഇഷ്ടപ്പെടാൻ കാരണം എന്താണ് എന്നോട് ഇവള് ചോദിക്കാണ്. അപ്പൊ തന്നെ എനിക്ക് തോന്നി ഇതൊരു വ്ളോഗ് ആക്കിയാലോ. കാരണം ഒരു വേൾഡ് കപ്പിനെ ഇഷ്ടപ്പെടണേ, ഒരു ഫുട്ബോളിനെ ഇഷ്ടപ്പെടണേ, പല കളിക്കാരും ഇഷ്ടപ്പെടണേ. ഞാനിപ്പോ അർജന്റീന കൂടുതൽ ഇഷ്ടപ്പെടാൻ ഒരു കാരണം മെസ്സിയാണ്. അപ്പൊ ഇവൾക്ക് ഇപ്പൊ ബ്രസീൽ ഇഷ്ടപ്പെടാൻ കാരണം മറ്റെന്തെങ്കിലും ആയിരിക്കും, നമുക്ക് ചോദിക്കാം. കാരണങ്ങളില്ലാതെ ഇഷ്ടപ്പെടുന്നതാണ് യഥാർത്ഥ ഇഷ്ടം. അല്ല അങ്ങനെയല്ല. അപ്പൊ അങ്ങനെയാണ് ഗൈസ്, നിങ്ങളൊന്ന് കമന്റ് ചെയ്യും. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. അപ്പൊ ഓരോ ടീമിനെ ഇഷ്ടപ്പെടുന്ന കാരണം ഉണ്ടാവും. ഇപ്പം അർജന്റീന ടീമിൽ നിന്ന് മെസ്സി വിരമിച്ചു എന്ന് വിചാരിക്കുക. മെസ്സി ഇനി അർജന്റീന ടീമിൽ കളിക്കണേ ഇല്ല അങ്ങനെ വിചാരിക്കുക. അപ്പൊ അർജന്റീന ടീമിനെ ഇഷ്ടപ്പെടും. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. മെസ്സിന്ന് ഒരാളെ അർജന്റീന ടീമിൽ ഇല്ല, എന്നാലും ഇഷ്ടപ്പെടും. അപ്പൊ നിങ്ങൾ അർജന്റീന ഇഷ്ടപ്പെടാൻ കാരണം മെസ്സിയാണ്. മെസ്സിന്ന് മാത്രല്ല, ഞാൻ അതിന്റെ കറക്റ്റ് ഞാൻ പറഞ്ഞുതരാം. എനിക്ക് വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു ഹൈസ്കൂളിൽ പഠിക്കുന്ന ടൈമോ അല്ലെങ്കിൽ ഒരു UP പഠിക്കുന്ന ടൈമൊക്കെ കാരണം എന്റെ കുട്ടിപ്രായത്തിൽ എനിക്ക് അങ്ങനെ ഫുട്ബോളിൽ പ്രത്യേകിച്ച് ടീമോ അല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ടീം ഇടക്കൊക്കെ. പക്ഷെ ഞാൻ പൊതുവെ കളി കുറവുള്ള ആളാണ്. പക്ഷെ എനിക്ക് ഫുട്ബോള് ഇങ്ങനെ വേൾഡ് കപ്പ് വരുമ്പോഴൊക്കെ എനിക്ക് പ്രത്യേക ഒരു ആവേശമാണ് കളി കാണാനും. ഇതിലൊക്കെ രസമാണല്ലോ. അപ്പൊ ഏതൊരാളുകളും ഇഷ്ടപ്പെടുന്ന കാത്തിരിക്കുന്ന ഒരു കളി തന്നെയാണ് ഇത് ഫുട്ബോൾ ഫിഫ വേൾഡ് കപ്പ്. എന്താന്ന് വെച്ചാല് ഞാൻ നേരത്തെ ക്യാമറ അങ്ങനെ പിടിച്ചു ഐശുവിന് ഇരുന്ന് ഊര വേദന എടുക്കേണ്ടത്. നെയ്മറിന്റെ അതേപോലെ തന്നെയാണ്. നെയ്മറിന്റെ അങ്ങനെയുള്ള ബ്രസീലിലെ അവിടെ ഇവിടെ വെച്ചെത്തിയ വേദന, അങ്ങോട്ട് വീണ മുറിഞ്ഞിതായി എറാണ്. നെയ്മറിന്റെ ഈ ബ്രസീൽ ടീമിലുള്ള ആളുകളൊക്കെ എങ്ങനെ തന്നെ ഐശുവിനെ അങ്ങനെ തന്നെയാണ്. ഒന്ന് ചാരി ഇരുന്നപ്പോൾ നോക്കി വേദനയായി. അതാണ് വീഡിയോ നമ്മൾ രണ്ടാമത് ഇങ്ങനെ എടുത്ത് തെറ്റിപ്പോയോ. അപ്പൊ ഗൈസ്, അപ്പൊ ഇജിനോട് ചോദിച്ചു അർജന്റീന എങ്ങനെ ഇഷ്ടപ്പെടാൻ കാരണം മെസ്സിനെ ഇഷ്ടപ്പെട്ടിട്ടാണോ? ഇതുവരെ വേൾഡ് കപ്പിൽ ഒരൊറ്റ കളി പോലും കണ്ടിട്ടില്ല. നിർത്തി വീഡിയോ ചടച്ചു പോയി. ഈ കണ്ടിട്ട് ചെയ്യേണ്ടില്ലേ. ഞാൻ അവളെ ഡയലോഗും വലിയ വർത്താനം കേട്ടപ്പോ ഞാൻ വിചാരിച്ചു കളിയാണ്. വേൾഡ് കപ്പ് കണ്ടിരിക്കാന്നുള്ളൂ, വേറെ കളികളൊക്കെ കണ്ടത് എല്ലാ. എന്നിട്ട് പിന്നെ തിരിച്ച് വലിയ ബ്രസീൽ ഫാൻസ് ആയിട്ട് എന്നോട് ഇങ്ങനെ വലിയ വർത്താനം പറയുന്നത് ലൈവ് കണ്ടില്ല. ചില ഷോട്ടുകളൊക്കെ കണ്ടു ഇൻസ്റ്റാഗ്രാമിൽ റീൽ നീക്കുമ്പോഴൊക്കെ വരൂലേ. ഏതായാലും ഗൈസ് വീഡിയോ ഇത്ര എത്തിയില്ലേ. ഞാൻ അർജന്റീന ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് പ്രത്യേകിച്ച് ഇന്ന ടീം അങ്ങനെയൊന്നുമില്ല. എനിക്ക് കളി കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ കളി പൊതുവേ ഞാൻ കുറവാണ്. അപ്പൊ മുന്നേ ടീമിനെ കുറിച്ച് അറിഞ്ഞത് ബ്രസീൽ ടീമിനെ കുറിച്ചാണ്. അപ്പൊ ഞാൻ ബ്രസീലിന്റെ പേരുണ്ടായി. ഓളങ്ങനെയാണ് മഞ്ഞായത്. മഞ്ഞക്കണ്ട പ്രശ്നം. ആ കളർ ബ്ലൂവിനേക്കാൾ ഭംഗിയുള്ള കളറാണല്ലോ. എനിക്ക് എല്ലോട്ടെ ഭയങ്കര ഭംഗിയാണ്. ബ്രസീലിന്റെ കളി കാണാത്ത ഓളാണ് ബ്രസീൽ ഫാൻസിനെ ഇങ്ങനത്തെ ഓരോ സാധനത്തിൽ. എനിക്ക് കാര്യങ്ങളൊക്കെ അറിയില്ല. ആയിക്കോട്ടെ, ഇഷ്ടപ്പെടുന്ന ടീമിന്റെ കാര്യങ്ങളൊക്കെ അറിയാം, അത് സംഭവമൊക്കെ. അപ്പൊ ഗൈസ്, ഞാൻ അർജന്റീന ഇഷ്ടപ്പെടാൻ കാരണം എന്താന്ന് വെച്ചാല് ഞാൻ പ്രത്യേകിച്ച് ടീമൊന്നുമില്ല. അങ്ങനെ ഞാൻ ഓക്കെ അതെനിക്ക് മനസ്സിലായി. ഞാൻ കാണുമ്പോഴൊക്കെ എൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ ഇരിക്കും പാവം. അപ്പോൾ 2000 എത്രയാ നിങ്ങൾക്ക് ഓർമ്മയില്ല, ഒരു വർഷങ്ങൾക്ക് മുമ്പ്
കഴിഞ്ഞ വേൾഡ് കപ്പാണോ അല്ല അതിന്റെ മുമ്പത്തെ വേൾഡ് കപ്പാണോ അല്ല അതിന്റെ മുമ്പത്തെ വേൾഡ് കപ്പ് ആയിരിക്കാം. അതായത് അർജന്റീന ജർമ്മനി തമ്മിലൊരു വേൾഡ് കപ്പിൽ ഫൈനൽ എത്തിനി. അതിൽ അർജന്റീന തോറ്റി. അതായത് അതിന്റെ ഓർമ്മയിൽ 2014 ബ്രസീലിൽ വെച്ചിട്ടാണ് ഈ കളി നടന്നിട്ടുള്ളത്. അത് 2014 തന്നെ തോന്നുന്നുണ്ട്. അതിൽ അർജന്റീനയും പിന്നെ അർജന്റീനയും ജർമ്മനി ഫൈനലില്. അപ്പോൾ അതിൽ ഫൈനൽ വരെ മെസ്സി പോരാട്ടം നടത്തി. ലാസ്റ്റ് അതിൽ ജർമ്മനിയിലെ മാരിയോ ഗോഡ്സെ അങ്ങനെ എന്തോ പറയുന്ന ഒരു ആള് അർജന്റീനക്കെതിരെ എക്സ്ട്രാ ടൈം കളി കഴിഞ്ഞ് പിന്നീട് വരുന്ന എക്സ്ട്രാ ടൈമിൽ ഗോളടിക്കുകയാണ്. അങ്ങനെയാണ് അർജന്റീന പരാജയപ്പെടുന്നത്. ഒരൊറ്റ 1-0 അങ്ങനെയാണ് 1-0 പരാജയപ്പെടുന്നത്. അത് എക്സ്ട്രാ ടൈമിൽ അടിച്ചിട്ട്. അപ്പോൾ അത് ആ കളി ഞാൻ ഫുള്ള്, അതായത് അന്നെനിക്ക് പ്രത്യേകിച്ച് ടീമൊന്നും ഇല്ല. ഞാൻ ഒരുപാട് വയസ്സിൻ്റെ മാറ്റണ്ടാവും. ഞാൻ ഒരു 10-12 വയസ്സ് ഇതിനേക്കാളും ചെറുപ്പമായിരിക്കും. അപ്പോൾ അന്ന് മുതലാണ് ഞാൻ അർജന്റീനനെ ഭയങ്കര ഇഷ്ടപ്പെടാൻ തുടങ്ങിയത്. അന്ന് തോറ്റപ്പോൾ മുതൽ. കാരണം ആ തോൽവിയിൽ നമുക്ക് ജർമ്മനി എല്ലാം കളിച്ച് സംഭവമൊക്കെ ഓക്കെ. പക്ഷെ ഞാൻ ആ കളി കഴിഞ്ഞാൽ മെസ്സിക്ക് മെസ്സിൻ്റെ ആ ഒരു വിഷമവും അവൻ്റെ ഒരു ആ ടീമിൻ്റെ പരാജയപ്പെടുമ്പോൾ അവർക്കുണ്ടാവും. ഏത് ടീമാരും ഉണ്ടാവും. പക്ഷെ അന്ന് ഞാൻ മെസ്സിനെ കുറിച്ച് ഞാൻ കൂടുതൽ പഠിച്ച്. എന്താ ബ്രസീലിനെ ഇഷ്ടപ്പെടാനുള്ള കാരണം? ബ്രസീലിന്റെ കളി കാണാനിട്ടാ കളി ഞാൻ കണ്ടിക്കണേ. പിന്നെ മെസ്സിയുടെ കളി ഞാൻ കണ്ടിക്കണേ. കഴിഞ്ഞ വർഷം വേൾഡ് കപ്പില് നെയ്മറിന് പരിക്ക് വെച്ചെന്നൊക്കെ ഞാൻ കണ്ടിക്കണേ. ഞാൻ കണ്ടിട്ടുള്ളൂ. നെയ്മറിന്റെ അങ്ങനെയല്ല, ഞാൻ കളി കണ്ടില്ല. ഞാൻ ഉദ്ദേശിച്ചെന്ന് അറിയോ, ഇതുവരെ ആയിട്ട് ഉറക്കൊക്കെ ഒഴിച്ച് ലൈവ് ഇരുന്ന് കണ്ടിട്ടില്ല എന്ന് ഞാൻ ഉദ്ദേശിച്ചത്. അതായത് കളി തീരെ കണ്ടിട്ടില്ല എന്നല്ല. ഓക്കെ, ഞാൻ കണ്ട കളികളൊക്കെ വേൾഡ് കപ്പത്തെ കളികൾ തന്നെയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ഒരു കാര്യം അറിയാം. എന്താ അറിയാം? ബ്രസീൽ അവസാനായിട്ട് വേൾഡ് കപ്പ് നേടിയതില്ലേ ഞാൻ ജനിച്ച വർഷം. കാര്യോ മനസ്സിലായില്ലേ? അതിനെന്താ അതോടുകൂടി ആ ടീം ഇവള് ഇഷ്ടപ്പെടുന്ന ഒരു ടീം, ഇവള് ഇഷ്ടപ്പെടുന്ന ബ്രസീൽ ടീം, ഇവള് ജനിച്ചതോട് കൂടി ആ ടീമിന്റെ കാര്യം കഴിഞ്ഞ് കട്ടപ്പോക. ഇഞ്ചിള്ളോടത്തോളം കാലം ബ്രസീൽ കപ്പടിക്കൂല. ഈ വർഷം ബ്രസീൽ കപ്പടിച്ചു പറഞ്ഞ എന്ത് ഞാൻ ചെയ്യും? ഈ വർഷം ബ്രസീൽ കപ്പടിച്ചാൽ ഐശോ ഈ പറയുന്ന എന്തും ഞാൻ ചെയ്യും. ഈ വർഷം ബ്രസീൽ കപ്പടിച്ചെങ്കിൽ മണാലിക്ക് കൊണ്ടുപോകും. കൊണ്ടുപോകും, ഉറപ്പാ കൊണ്ടുപോകും. അല്ലെങ്കിൽ ജീവിതത്തിൽ കൊണ്ടുപോകാനില്ല. അപ്പൊ ഗൈസ്, ഇതാണ് ഞങ്ങളെ ബ്രസീൽ അർജന്റീന. അപ്പൊ ഓക്കലുള്ള ടീം ജയിച്ചോ തോൽക്കോ? 5 പ്രാവശ്യം ലോകകപ്പില് ബ്രസീൽ കപ്പടിച്ചു. ഈ ബ്രസീൽ ടീമിന്റെ അർജന്റീന ഒരുപാട് വട്ടം ഞാൻ ഫുട്ബോൾ കാണില്ല, എനിക്ക് അതൊക്കെ അറിയാം. അപ്പൊ ഗൈസ്, ഞങ്ങള് ഫുട്ബോൾ പ്രേമം വെച്ച് നോക്കുമ്പോ എങ്ങനെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ബ്രസീൽ ഒരുപാട് കപ്പടിച്ചു. പക്ഷെ കളിന്റെ കാര്യത്തിൽ അർജന്റീന തന്നെയാണ്. അപ്പൊ ഗൈസ്, ഞങ്ങൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എനിക്ക് റൊണാൾഡോനെ ഇഷ്ടാ. കെട്ടിക്കോ. അപ്പൊ ഗൈസ്, ഞങ്ങൾ സ്വീകരിക്കൂല. കെട്ടി എന്നാ ആയിക്കോട്ടെ ഗൈസ്, ഞങ്ങൾ വെക്കാട്ടോ. നോക്കേ ഫോൺ കട്ട് ചെയ്യാണ്. ബൈ ബൈ.